ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ 2 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വീഡിയോസൊക്കെ കൂട്ടുകാർ കാണുന്നുണ്ട്, കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീപ്ലൈ ഒക്കെ വൈകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ മറുപടിയൊക്കെ തരാൻ അങ്ങനെ വൈകണത്. അപ്പോൾ ഇതാ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഇതാ പായസക്കച്ചവടത്തിന് പൂവൊക്കെ വേണം കേട്ടോ. പക്ഷേ എങ്കിൽ മക്കളൊന്നൊപ്പം ഇരുന്ന് ചായ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓലപ്പം കൂടിയതാണ്. രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പം മക്കൾ തലേ ദിവസം അങ്ങനെ പറഞ്ഞു കേട്ടോ. അതായത് നമ്മളെ പാറു പറഞ്ഞു ഇഡ്ഡലി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ച്. അങ്ങനെ ഇതാ പാറുവിന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വല്ലാണ്ട് കഴിക്കൊന്നുമില്ല, പറച്ചിൽ തന്നെ ഉള്ളൂ. അപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ, സ്കൂൾ അടച്ചതിൻ്റെ പിറ്റേ ദിവസമായിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഇതാ ഞാനും മക്കളപ്പം ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. കുളി നനയൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെ പണികൾക്കിടയിൽ ചിലപ്പോൾ പോകാൻ സമയത്താവും, ചിലപ്പോൾ നേരത്തെയാവും. ഇപ്പം ആദ്യത്തെ പോലെ പുലർച്ചയ്ക്ക് നീച്ച സമയത്ത് തന്നെ എനിക്ക് കുളിക്കാൻ പറ്റണില്ല കേട്ടോ. ആ സമയത്ത് തന്നെ കുളിച്ചാൽ പെട്ടെന്ന് നീരിറക്കം വരികയാണ്, അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ചായടിയൊക്കെ കഴിഞ്ഞു. അച്ചമ്മേൻ്റെ ചായടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുടിച്ചിരുന്ന സമയത്ത് അച്ചമ്മയും ഉമ്മർത്തിരുന്ന് കുടിക്കുകയായിരുന്നു. ചായടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ പോയിട്ട് ഇതാ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് ധൃതിയുണ്ട്, കച്ചവടത്തിന് പോകേണ്ടതല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനേൻ്റെ ഇല, നാരങ്ങാനീര്, കുറച്ച് വിനാഗിരി, അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് തക്കാളി, ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അതും കൂടിയും ചേർത്താൽ. കുരുമുളക് കുറച്ചധികം ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടിയും ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഓരോ കഷ്ണം ചിക്കൻ കൊടുത്തിട്ട് അതിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തു കേട്ടോ. ഇത് നമ്മൾ രാവിലെ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് സെറ്റ് ആവും കേട്ടോ, അടിപൊളിയാവും. അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മളിത് കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കടയത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ കടയിൽ എത്തിയിട്ട് നമ്മളെ പാറുമാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. നെല്ലൊക്കെ ഇതാ നല്ലോണം വളഞ്ഞു കേട്ടോ. ചിലതൊക്കെ കൊയ്യാനായി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് കൊയ്ത്തൊക്കെ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ കടയിൽ എന്തൊക്കെയുള്ളതെന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പാനിപ്പൂരി, കരിമ്പൻ ജ്യൂസ്, ഉപ്പിലിട്ടത്, അച്ചാറുകൾ, വെള്ളങ്ങൾ, ഇപ്പോൾ സർവത്തുണ്ട്, മോരും വെള്ളമുണ്ട്, പിന്നെ കരിമ്പൻ ജ്യൂസ് ഉണ്ട്, പായസങ്ങളുണ്ട്, പാനിപ്പൂരി ഉണ്ട്. ഇത്രയും ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കടയിലുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരലുണ്ട് കേട്ടോ. ഒരു ദിവസം ഒരാളെങ്കിലും വരാത്തതില്ല. ശരിക്കും അങ്ങനെ വന്ന് ചോദിക്കുമ്പോഴും പരിചയപ്പെടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മളെ എന്താ പറയുക, നമ്മൾ കാണാത്തതും അറിയാത്തതും ആയ ആൾക്കാർ നമ്മളെ കാണണം, അറിയണം, എന്താ പറയുക, നമ്മളെ സ്വന്തം പോലെ കരുതണം, സ്നേഹിക്കണം ഒക്കെ ഉണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ അതാ വൈകുന്നേരം കടയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു, പാത്രം കഴുകലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണ മക്കളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങോട്ട് കയറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു എന്താ പറയുക, വീടിൻ്റെ മുകളിൽ കുട്ടികൾക്ക് കയറുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിരിക്കുന്നതിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളിവിടെ വന്നിട്ട് എനിക്ക് ലീവുള്ള സമയത്തൊക്കെ മക്കളും എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് ഇവിടെ ഫുഡൊക്കെ കഴിക്കലുണ്ട്. 4 മണിക്ക് ചായ കുടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യലുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇന്നെന്തായാലും എനിക്ക് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ മക്കളോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു കേട്ടോ, ഇവിടേക്ക് ഒന്ന് അടിച്ച് വാരുകൊണ്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ മക്കളത് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും തന്നെ പ്രത്യേകിച്ച് ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മേശയും സ്റ്റൂളും ഒക്കെ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മളെ നന്ദുവിന് ഭയങ്കര സന്തോഷം കേട്ടോ, എന്നെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ്. അപ്പോൾ ഏട്ടനും ചേച്ചിയും സച്ചുമോനും ഒക്കെ എത്തിയിട്ടുണ്ട്. ചേച്ചി കടയൊക്കെ അടച്ചിട്ട് നേരെ അങ്ങോട്ട് പോകുന്നു. ഏട്ടനും സച്ചുവും കൂടി ബൈക്കിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ മുകളിൽ നമ്മൾ ഡിഷിൽ ചിരട്ടയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കത്തിക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് കനലൊക്കെ കൊണ്ടുവന്നിട്ടു അടുപ്പിൽ നിന്ന്. എന്നിട്ട് അതിങ്ങനെ മിന്നി കൊടുത്തു. അപ്പോഴൊന്നും കത്തണില്ല. പിന്നെ അതാ നമ്മൾ പേപ്പർ വെച്ചിട്ടൊക്കെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ വന്നപ്പോൾ കുറച്ച് ചാർക്കോൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതാണെങ്കിൽ എളുപ്പമാണെന്നൊക്കെ പറയണ കേട്ടോ. നമ്മളാണെങ്കിൽ വെറും ഒരു ചിരട്ട വെച്ചിട്ട് കനലുണ്ടാക്കിയിട്ടാണ് ഇതുവരെയും ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതൊന്ന് കത്തി ലെവലായിട്ട് നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് അവർ മൂലക്കിൽ അവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ന്യൂ ഇയർ ആഘോഷം ഉണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ എന്നല്ല. ഇപ്പോൾ ഒക്കെ ഒരു കുഞ്ഞ് ആഘോഷമാണെങ്കിലും അതാരും വെറുതെ വിടൂല കേട്ടോ, ആഘോഷിച്ചിട്ട് തന്നെ വിടുള്ളൂ. നമ്മളെ കൊറോണയ്ക്ക് ശേഷമാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ആയത് കേട്ടോ. പണ്ടൊന്നും ഇതേപോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ മക്കളൊക്കെ ഓരോരോ സാധനങ്ങൾ അങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സഹകരിച്ചാലേ മേലുള്ള പരിപാടി നടക്കുകയുള്ളൂ കേട്ടോ. കഴിഞ്ഞ വർഷം കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ, അനിയന്മാരും അതേപോലെ വീട്ടിൽ നിന്ന് അമ്മയും മിന്നും ഓരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഇവർക്ക് വരാൻ പറ്റിയിരുന്നില്ല. ഇവർ എല്ലാ പ്രാവശ്യവും ഓരവിടെ തറവാട്ടിലൊക്കെയാണ് ആഘോഷിക്കലുള്ളത്. അവിടെ 2-3-4 വീട്ടുകാരുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ നേരത്തെ അങ്ങോട്ട് വിളിച്ചിരുന്നു ഇവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഇവിടെ വന്ന് ആഘോഷിക്കാനും അമ്മക്കൊരാഗ്രഹം ഉണ്ടാവൂലേ, അപ്പോൾ ഓരെ വിളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഞാൻ സലാഡ് ഉണ്ടാക്കിയിരുന്നില്ല, അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ചേച്ചീനെ ഏൽപ്പിച്ചതാണ്. നെയ്ച്ചോറൊക്കെ അതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വന്നതിന് ശേഷം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചിക്കൻ കറി മാത്രം പിന്നെ അമ്മ ഉണ്ടാക്കിയിരുന്നു. അടിപൊളി ചിക്കൻ കറി ആയിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടാക്കണ ആ ഒരു കറി ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചിക്കൻ വാങ്ങിയ സമയത്ത് അതിൻ്റെ ആ ഒരു കഴുത്തും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ വലിയ പീസല്ലാത്ത ചെറിയ ചെറിയ പീസുകൾ അതൊക്കെ ഇട്ടിട്ടൊരു കറി വെച്ചതാണ്. അപ്പോൾ നെയ്ച്ചോറ് ഇതാക്കണേ ഞങ്ങൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അരിഭാഗത്തുനിന്ന് എടുക്കണുള്ളൂ. ഏട്ടൻ വന്നപ്പോൾ കുറച്ച് മന്തിയും കൂടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മക്കൾക്ക് മന്തി വേണോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മന്തി എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറും വെച്ചതാണ് കേട്ടോ. ഇനി മക്കളെ ഇഷ്ടത്തിന് കുറച്ച് മന്തിയും കൂടിയും വാങ്ങിയിട്ടുണ്ട്. റൈസ് മാത്രം കേട്ടോ, ചിക്കൻ പിന്നെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് ബീഫും കൂടിയും വരട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു തീ കത്തി കരിയാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. കനലായി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഒരുപാട് വൈകിയാണ് ഇതിനൊക്കെ നിന്നിട്ടുള്ളത്. എന്നാലും 12 മണീൻ്റെ മുന്നേ നമ്മൾ ഫുഡ് കഴിക്കും കേട്ടോ. 2026 ആകുമ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിക്കും. 26-നെ വരവേൽക്കാനുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ ഇത്. അപ്പം നമ്മളെ ഏട്ടനാണെങ്കിൽ ഒരു സുഖമല്ല കേട്ടോ. അതാണ് ഒഴിഞ്ഞവിടെ ഇരിക്കുന്നത്. ഏട്ടന് ചെറിയൊരു പനിയും ജലദോഷവും തൊണ്ടവേനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കൊരു സുഖമല്ല. ഇല്ലെങ്കിൽ ഇതിനൊക്കെ ആക്റ്റീവായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ ഇന്നൊരു സുഖമല്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ നമ്മളെ വിളിച്ച സ്ഥിതിക്ക് ഏട്ടൻ വന്നതാണ്. അപ്പോൾ ഏട്ടൻ അങ്ങനെ ഇവിടെ പിന്നെ കനലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനോ താഴത്തേക്ക് ഇറങ്ങി പോയപ്പോഴേക്കും ഇവിടെ ചിക്കനൊക്കെ ഗ്രില്ലുമ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മളെ അടുപ്പിലായിട്ടുണ്ട്. അപ്പോൾ 8 പീസ് എങ്ങാനും ആണ് ഈ ഒരു ഗ്രില്ലിൽ പോവുകയെന്ന് തോന്നുന്നത്. എന്തായാലും ഫാൻ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഫാൻ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഈ മിന്നി കൊടുക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഇവിടെ കുറേ മുന്നേ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാന് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമുക്കൊരു ഫാന് പോയിട്ടുണ്ട്, ഉരുകിയിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ നന്ദു സ്പെഷ്യലായിട്ട് ഓൻ്റെ സ്പെഷ്യലായിട്ട് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. താഴത്തുനിന്ന് കലക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഓനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓന് കഴിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും സന്തോഷമാണ് ഓൻ്റെ സന്തോഷം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിപ്പോഴേ അങ്ങനെയാണെങ്കിൽ വലിയതാവുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഇതാ നാരങ്ങ വെള്ളം ഓൻ തന്നെ ക്ലാസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് എന്താ പറയുക എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സച്ചുമോൻ്റെ കാലിന് ഒരു സുഖമില്ലായ്മ ഉണ്ട് കേട്ടോ. അവന് ചെറിയൊരു ചതവാണ് കാലിന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്രിസ്മസിൻ്റെ തലേന്ന് കരോള് പോകുമല്ലോ, അങ്ങനെ പോയപ്പോൾ ചാടി കളിക്കുമല്ലോ, അങ്ങനെ കളിച്ചപ്പോൾ പടം മറിഞ്ഞതാണെന്നാണ് പറയുന്നത് കേട്ടോ കാലിങ്ങനെ. അപ്പോൾ എന്താണെന്നറിയില്ല, അവിടെ ഒരു ചതവുണ്ട്. അപ്പോൾ ഓനവിടെ ബാൻഡേജ് ഇങ്ങനെ കെട്ടിയിട്ടുള്ളതാണ്. കുറച്ച് ദിവസമായി ഇപ്പോൾ അത് കെട്ടി വെച്ചിട്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ഓന് നല്ല വേദന ഉണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ രാവിലെ തന്നെ നമ്മൾ മസാലയൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ചിക്കനും നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ അപ്പോഴേ കൊണ്ടുവന്ന് ഇതേപോലെ ചെയ്യണതും നേരത്തെ മസാല കൂട്ടി വെച്ച് ചെയ്യണതുമായിട്ട് നല്ല മാറ്റമുണ്ട്. ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഇതേ മസാല മതി കേട്ടോ. ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കുറച്ച് കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും അടിപൊളി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തട്ടുകട ഉണ്ടായിരുന്ന സമയത്ത് ഇതേ മസാലയിലാണ് ചിക്കൻ ഞാൻ അവിടെ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അന്ന് എല്ലാവർക്കും ഒരു ഇഷ്ടമായിരുന്നു നമ്മളെ ചിക്കൻ ഫ്രൈ. ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളതായ മസാലകളാണ്, എൻ്റെതായ മസാലയാണ്, ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ, അല്ലാതെ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതല്ല.
അങ്ങനെ ഇതാ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കാസറോളിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഇതാ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു 2 പീസെങ്കിലും വെച്ചെടുക്കാൻ കണ്ടിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ എല്ലാം കഴിക്കുമ്പോൾ 2 പീസൊന്നും വെച്ച് ആരും കഴിക്കൂല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഉണ്ടെങ്കിൽ മക്കൾക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതൊക്കെ എപ്പോഴെങ്കിലും ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നന്ദുവിന് ചിക്കൻ ആയപ്പോഴേക്കും മോന് ഭയങ്കര വിശപ്പ് കേട്ടോ. ഓന് പിന്നെ അങ്ങനെ തന്നെയാണ്. മന്തി, നെയ്ച്ചോറ്, ബിരിയാണിയൊക്കെ കണ്ടാൽ പിന്നെ ഓന് എവിടെ നിന്നാണ് ആ വിശപ്പിൻ്റെ വിളി വരുന്നതെന്ന് പറയാൻ പറ്റൂല കേട്ടോ. എത്ര കഴിക്കാത്ത കുട്ടിയാണെങ്കിലും അതെപ്പോൾ എന്തായാലും കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ നന്ദുവിന് ഇങ്ങനെ ഒരാൾക്ക് കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇങ്ങനെ വാരി കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമ്മളെപ്പോൾ കഴിക്കുകയാണെങ്കിലും ഓൻ്റെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വായ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടിയും കൂട്ടിക്കുഴച്ചിട്ട് ഒരു തരലുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്, ഓനിഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഏട്ടതാക്കണ കണ്ണം തീരെ സമ്മതിക്കണില്ല കേട്ടോ ഓനെ തിന്നാൻ. ഓൻ തന്നെ കൈയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ കൈയിട്ട് വാരി തിന്നതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് തരുന്നേക്കാളും രസമാണ് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ കണ്ടില്ലേ 5 മക്കളും കൂടിയും ഒരുമിച്ചൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു 5 ആളും കൂടി ഇങ്ങനെ ഒപ്പം നിന്നിട്ട് തന്നെ കുറേ ആയിട്ടുണ്ട് എന്നറിയാം. എന്താ വെച്ചാൽ ഒരാളുണ്ടാവുമ്പോൾ ഒരാളുണ്ടാവില്ല. അപ്പോൾ 6 നിൽക്കാൻ വരുമ്പോൾ സച്ചുവിന് ഒഴിവുണ്ടാവില്ല, സച്ചു വരുമ്പോൾ ഓക്ക് ഒഴിവുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാകണേ എല്ലാവർക്കും വാരി കൊടുക്കണുണ്ട്. അതിൻ്റെ പുറത്ത് ഓൻ്റെ നിന്ന് പിടിച്ച് പറിച്ച് വാങ്ങണമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരൊക്കെ വായയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓന് പരാതിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത് കഴിക്കണേനോ പിന്നെ ഓൻ്റെത് അങ്ങനെ എടുക്കാൻ കൊത്താൻ പോണേനൊന്നും വലിയ പരാതിയും കാര്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് അനുമോളാണെങ്കിൽ പരാതിപ്പെടും കേട്ടോ. ഓളേന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓള് ഭയങ്കര പരാതിക്കാരിയാണ്. അപ്പോൾ ഏട്ടന് ഇതങ്ങനെ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. ഓൽക്കൂതാ വാരി കൊടുക്കാൻ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ മിക്സറൊക്കെ തന്നിരിക്കുകയാണ്. വിശക്കണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അവിടുത്തെ നീച്ചിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. അമ്മായിക്കൊക്കെ വാരി കൊടുക്കണം. അപ്പോൾ അനുമോളാണെങ്കിൽ പിന്നാലെ നടന്ന് വായ കാട്ടുകയാണ്. ഓനാണെങ്കിൽ മൈൻഡ് വയ്ക്കണേയില്ല. ആദ്യം കൊടുത്തതല്ലേ, അപ്പോൾ കൊടുക്കാത്തവർക്ക് വാരി കൊടുക്കുക എന്നുള്ളതാണ് ഓൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും മേൽക്കെടുക്കാതെ കിടക്കാൻ പറ്റൂല കേട്ടോ. ഇവിടെ ഒരു പൊടിയല്ലേ, നമ്മൾ ഈ സിമെൻറ്റിൻ്റെ പൊടി ഉണ്ടാവും എന്തായാലും. നമ്മളെ വീടിൻ്റെ മേലെ തേച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വാർപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു തേക്കിൽ തേക്കുമല്ലോ, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പൊടി പോലെ കിടക്കുന്നത്. പിന്നെ മഴക്കാലത്ത് നല്ലോണം പായലും പിടിക്കൂലേ, അപ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു പോകണേ ഉള്ളൂ. വെയിലാവണ സമയത്താണ് അതങ്ങനെ പൊളിഞ്ഞു പോകലുള്ളത്. അപ്പോൾ ഈ വർഷം ഏതായാലും മക്കളിപ്പോൾ ഒരു 2-3 പ്രാവശ്യം വന്ന് ഇവിടെ അടിച്ച് വാരിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനൽ തുടങ്ങിയോടത്ത് ഇങ്ങോട്ട് കേട്ടോ. കണ്ണനും അനുട്ടിക്കും നന്ദുവിനും വീടിൻ്റെ മുകളിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നിട്ട് ചപ്പൊക്കെ ചാക്കിൽ വാരിയിട്ട് പുറത്തേക്കിടും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിന്നെ ആദ്യമൊക്കെ നമ്മളിവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കുറേ പഴയ വീഡിയോസിലൊക്കെ കാണാം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ ഈ ഒരു സമയത്തൊന്നും എന്താ പറയുക എഡിറ്റ് ചെയ്ത സമയത്ത് ഇതൊന്നും സ്പീഡാക്കി വിടാഞ്ഞത് നമ്മളെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ കൊതിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെ വിശേഷങ്ങളും മക്കൾ കാട്ടണതും ഒക്കെ ചെയ്യണതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ അതൊക്കെ കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. അവർക്ക് അതൊക്കെ കാണാനാണ് ഇഷ്ടം എന്നുള്ളത്. നമ്മളെ ഫാമിലീനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളെ വീട്ടിലത്തെ ഏറ്റവും സെഡ് കാര്യങ്ങൾ വരെ ഓൽക്കറിയാമെന്ന് പറഞ്ഞില്ല. നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കലുണ്ടോ നമ്മളെ വീഡിയോ എന്ന് വരെ നമ്മൾ വിചാരിച്ചു പോകും. അപ്പോൾ അത്രയും നല്ലോണം ശ്രദ്ധിച്ച് എന്താ പറയുക വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 2ാം ട്രിപ്പും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 3ാമതായിട്ട് ഇതാ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഞാനിതാ ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് നമുക്കിതിങ്ങനെ കാണുമ്പോൾ കൊതിയാണല്ലോ. പക്ഷെ ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തിന്നുകയാണെങ്കിൽ അത് രസമാണ് കേട്ടോ. എല്ലാവരും കൂടി അങ്ങനെ നുള്ളിപ്പറിച്ച് തിന്നുകയാണെങ്കിൽ രസമാണ്. എല്ലാവരും പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടുമല്ലോ അവനവൻ്റെ കയ്യിൽ. അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോഴേക്കും നമുക്ക് വേണ്ടി വരില്ല. ഇങ്ങനെ തിന്നുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ ഒരു ചിക്കൻ പീസ് എടുത്തിട്ട് എല്ലാവരുടെ വായിലും കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരിച്ച് കൊടുത്തിട്ടോ. ഒരു പീസ് നമ്മളെ നന്ദുതാ എല്ലാവർക്കും ഒരിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ അച്ചമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അച്ചമ്മ താഴെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അച്ചമ്മ അങ്ങോട്ട് കയറി വന്നിരുന്നു. ഇപ്രാവശ്യം അച്ചമ്മയ്ക്ക് കയറാനൊരു പേടി കേട്ടോ. കൈ പിടിച്ചാലും എനിക്ക് വയ്യായ്ക്ക് പേടിയാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ചമ്മയ്ക്ക് താഴെ അമ്മ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ.
അച്ചമ്മയ്ക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ചിക്കനോടൊന്നും വലിയ താല്പര്യമല്ല. എന്താ വെച്ചാൽ അത് കഴിച്ചിട്ട് കിടന്നാൽ അച്ചമ്മയ്ക്ക് ഒരു ചൂടുമ്പോകയാണെന്നൊക്കെ പറയും, ഒരു ഇഷ്ടമല്ലായിയാണ്. അപ്പോൾ എന്തായാലും രാവിലത്തെ സാമ്പാറും പിന്നെ നമ്മളെ ചിക്കൻ കറി, നെയ്ച്ചോറും സാദാ ചോറും എല്ലാം അച്ചമ്മയ്ക്ക് കൊടുത്തു നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അച്ചമ്മ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ ഗ്രില്ല് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതും കൊടുത്തു നോക്കി, പക്ഷേ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഗുളിയൊക്കെ കുടിച്ച് ആൾ കിടന്നിട്ടുണ്ട്. ഞങ്ങളിതാ ഒരുപാട് വൈകിയാണ് ഫുഡ് കഴിക്കാതിരുന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേറ്റ് മാത്രം വാങ്ങാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം ഏട്ടൻ പറയുന്ന കുറച്ച് പാത്രങ്ങൾ കഴുകിയാൽ മതിയല്ലോ, പക്ഷെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ. അതിൽ പിന്നെ വേഗം കണ്ണനും സച്ചും കൂടെ പോയിട്ട് ആ പ്ലേറ്റൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വട്ടത്തിലിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറുണ്ട്, മന്തി റൈസ് ഉണ്ട്, പിന്നെ നമ്മളെ ബീഫ് വരട്ടിയതുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തതുണ്ട്, 7up ഉണ്ട്, സലാഡ് ഉണ്ട്. പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിരുന്നില്ല, പിന്നെ കണ്ണനെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ടോ. കണ്ണനും സച്ചും കൂടി എന്തായാലും വേണം ചിക്കൻ കഴിക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കിച്ചു. മന്തി റൈസ് വാങ്ങിയപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടേ പിന്നെ വല്ലപ്പോഴും അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എന്ത് കഴിക്കണമെങ്കിലും സോസ് വേണമല്ലോ, എന്താണെങ്കിലും. പണ്ടൊന്നും ഉള്ളിവട, പരിപ്പുവട അങ്ങനെ കഴിക്കുന്ന സമയത്തൊന്നും സോസുകൾ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ കടകളിൽ എന്തിനും സോസാണ്. അപ്പോൾ അതൊരു ശീലമായി മാറിയിരുന്നു, എന്തിക്കും സോസ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിലും അമ്മ ഒരു സോസ് ഉണ്ടാക്കണം കേട്ടോ പറയും. അതൊരു ശീലമായി മാറിയിട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓൽക്ക് സോസ് നല്ലോണം വേണം. അപ്പോൾ ഞാൻ മുട്ടേൻ്റെ വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. കിഴങ്ങൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. കിഴങ്ങ് ചേർത്ത ആ ഒരു സോസിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ എന്താ ഈ ഒരു ചിക്കനിലേക്ക് കുറച്ച് സവോളയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സച്ചമോൻ അതൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അമ്മ ഇതാക്കണ നിലത്തിരിക്കാൻ വയ്യാന്ന് കേട്ടോ. അമ്മ മേശയും സ്റ്റൂളൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നിലത്തിരിക്കാതിരിക്കും, പിന്നെ നീക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ ഒരു ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ. ഇരുന്നാക്കം പോലെ നീക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നത്. കണ്ണനും തന്നെ നിലത്തൊന്നും ഇരിക്കാൻ വയ്യ കേട്ടോ. ഓനിങ്ങനെ കാലൊക്കെ വെച്ച് എന്താ പറയുക മടക്കി വെച്ചിരിക്കാൻ പണിയാണെന്ന് പറഞ്ഞിട്ട് ഓൻ അവിടെ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സച്ചുവിനോട് ഞങ്ങൾ പറഞ്ഞു കേട്ടോ അവിടെ ഇരിക്കേണ്ടെന്നുള്ളത്. അപ്പോൾ അവൻ്റെ ഇഷ്ടം കൊണ്ടും അവിടെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൾക്ക് കാലുവേദന തുടങ്ങി. പിന്നെ ഓൻ നീച്ച് പോയിട്ടോ. പിന്നെ ഓനെ അവിടെ മേശയമ്മ തന്നെയാണ് പോയിരുന്നത്. അപ്പം ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് മക്കൾക്ക് 7up നിർബന്ധമാണ്. അങ്ങനെ അതാ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി 7up വാങ്ങിയിട്ടുണ്ട്. അതൊന്നും എങ്ങോട്ടും എത്തൂല കേട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ചില ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഫുഡ് അടിയാണ്, നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി എപ്പോഴും അത് കഴിക്കുന്ന പണിയാണെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ആര് വീട്ടിലാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാത്തത് അല്ലേ? എല്ലാവരുടെ വീട്ടിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കലുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ട് മുരിങ്ങയാണെങ്കിൽ മുരിങ്ങ, പിന്നെ എന്താ പറയുക ചീരയാണെങ്കിൽ ചീര, അല്ലെങ്കിൽ കുമ്പളങ്ങയാണെങ്കിൽ കുമ്പളങ്ങ, അങ്ങനെ മീനും ഇറച്ചിയൊക്കെ അപൂർവമായിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല കേട്ടോ. നമുക്ക് എന്താഗ്രഹമുള്ള സാധനങ്ങളും അത് അപ്പോഴേ വാങ്ങി ഉണ്ടാക്കുക, കഴിക്കുക. ഇപ്പം അങ്ങനെ ഒരു മൈൻഡായിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അതിൻ്റെ മുന്നേയും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുഴങ്ങിട്ടോ. ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെത് ആദ്യം കഴിഞ്ഞു, പാറുവിൻ്റെത് കഴിഞ്ഞു, ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അമ്മയും സച്ചുമോനും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല. സാവകാശം കഴിക്കുന്നവരുണ്ട്, വേഗം കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഏതായാലും എല്ലാവരും കഴിക്കലും കഴിഞ്ഞ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ താഴെ എത്തിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് താഴെ എത്തിച്ചത് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും കൂടെ കൂടിയിട്ട് വേഗം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും മേലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. ഞങ്ങളവിടെ സെറ്റിയിലിരിക്കുന്നു. അപ്പോൾ മക്കളിങ്ങനെ പറഞ്ഞിരുന്നു മേലേക്ക് പോകണം, മേലെ ഇരിക്കണം, കളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനും ചേച്ചിയും മക്കളും കൂടി മേലേക്ക് പോന്നിട്ടുണ്ട്. ഏട്ടനും ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ കിടന്നു കേട്ടോ. എല്ലാവർക്കും എന്താ പറയുക കിടക്കാൻ അങ്ങോട്ട് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഓലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഏട്ടന് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പനീൻ്റെ ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏട്ടനും കിടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ നന്ദുവിനാണെങ്കിൽ പാറു ചേച്ചീനെ കണ്ട ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓള് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഓള് പോണത് ഇഷ്ടമല്ല. ഓള് പോയാൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡാൻസ് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ മക്കളോട് ഇങ്ങനെ കളിക്കാൻ പറയുകയാണ്. അപ്പോൾ നന്ദൂരും തന്നെ ഓരെ കണ്ടപ്പോൾ കുറച്ച് തുള്ളൽ കൂടുതലാണ് കേട്ടോ, ഓര് കളിക്കണ കണ്ടപ്പോൾ. അപ്പോൾ എന്നോട് കളിക്കാനാണ് നമ്മളെ പാറു പറയണത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ന്യൂ ഇയറിൻ്റെ തലേ ദിവസം രാവിലെ അകത്ത് കുറേ സമയം ചാടി കളിച്ചിരുന്നു കേട്ടോ. ഡാൻസ് ഒന്നും അറിയില്ല, എന്നാലും മക്കളപ്പം ഒരു രസമല്ലേ, അങ്ങനെ കളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അമ്മായി നമുക്ക് വൈകുന്നേരം ടെറസിൻ്റെ മുകളിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു.
പക്ഷേങ്കിൽ ഏട്ടനും ചേച്ചിയൊക്കെ നോക്കിക്കുമ്പോൾ അങ്ങനെ കളിക്കാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ ആ ഇരുട്ടത്ത് പോയിട്ടൊന്ന് ചാടിയപ്പോൾ എന്നോട് ഏട്ടൻ പറയും, ഇരുട്ടത്ത് ആരും കാണാത്തോടത്തല്ല പോയി ചാടേണ്ടത്, മുന്നിക്ക് വാ, വെളിച്ചത്തേക്ക് വാ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ നമുക്കൊരു മടിയല്ലേ, ഇതുവരെ അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല, കളിക്കാൻ അറിയൂല. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ച് കളിച്ചിട്ടുണ്ട് എന്നല്ലാതെ, പിന്നെ അംഗൻവാടിയിൽ ഇവിടെ അനുമോളെ കൊണ്ടാക്കിയ സമയത്ത് ഒരു തിരുവാതിര കളിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് അതന്നെയാണ് കളിച്ചത്. കുറച്ച് അമ്മമാരൊക്കെ കൂടിയിട്ട് തിരുവാതിര കളിച്ചായിരുന്നു. അപ്പോൾ അതാ ചേച്ചി ഇങ്ങനെ പറയട്ടോ, നിങ്ങൾ കളിക്കി എടുത്തിയമ്മ പറഞ്ഞിട്ട് അങ്ങനെ അതാ ഞാനും മക്കളൊപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സച്ചമോനെ പുതിയ എണ്ണമൊക്കെ ആക്കിയതാണ്. അപ്പോൾ ഓനിങ്ങനെ തട്ടം പോലെ എൻ്റെ തലയിലുണ്ടായിരുന്നു കേട്ടോ, തോർത്ത് കുളി കഴിഞ്ഞിട്ട് കെട്ടി വെച്ചതായിരുന്നില്ലേ. അപ്പോൾ അത് ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഒരു ഭയങ്കര നാണം പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങളിതാ ഒപ്പനയാണ് കളിക്കുന്നത് കേട്ടോ. മക്കളിവിടെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതൊന്നും വശമല്ല. അപ്പോൾ പിന്നെ നമുക്കൊന്ന് പോവുക, ഒപ്പനയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാട്ടൊക്കെ അവിടെ മൊബൈലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇതിൽ പറ്റൂല, ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. ഇവിടെ ബാക്കിലിരുന്നിട്ട് ചേച്ചി ഭയങ്കര ചിരിയെന്നു കേട്ടോ. ചിരിച്ച് എല്ലാവരും ഒരു വഴിക്കായിട്ടുണ്ട്. അത്ര രസമായിരുന്നു എന്തായാലും. അപ്പോൾ അത് ആദ്യത്തെ കളി കഴിഞ്ഞ് കണ്ടത് ആ വെള്ളമൊക്കെ കുടഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല കേട്ടോ ആ വെള്ളമൊക്കെ കുടഞ്ഞത്. ചിരിച്ചിട്ട് എല്ലാവരും വയറൊക്കെ കൊളത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഓനെ സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര കുറവോന്. ഇങ്ങനെയൊന്നും കാട്ടല്ലേ അമ്മായി, എന്നെ പെണ്ണാക്കല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ ഞങ്ങൾ പിടിച്ച് വെച്ചിട്ട് കാട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താ പറയുക, കൂട്ടുകാരും എന്താ പറയുക, കുറ്റം പറയാനും ചീത്ത പറയാനും ഒന്നും വരരുത് കേട്ടോ. നമുക്ക് ഡാൻസും കാര്യങ്ങളൊന്നും അറിയില്ല. മക്കളപ്പം വെറുതെ ഒന്ന് തുള്ളുക എന്നുള്ളതുള്ളൂ. ഇതൊക്കെ ഓർത്തിരിക്കാൻ, ഇവരൊക്കെ വലിയ കുട്ടികളാകുമ്പോൾ നമുക്ക് കാണാനും ഓർത്തിരിക്കാനൊക്കെ ഒരു രസമല്ലേ. അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. നമ്മളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അത്രയേ ഉള്ളൂ. നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ, അല്ലാതെ നമുക്ക് വേറെ ആരും കൊണ്ടുവന്ന് തരൂലല്ലോ. അപ്പോൾ നമ്മളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇത് നല്ല മനസ്സോടു കൂടി സ്വീകരിക്കുമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതാ സച്ചുമോൻ്റെ കഴിഞ്ഞു, ഓൻ അവിടെ കൊണ്ടേക്ക്. അടുത്തത് ഇതാക്കണേ നമ്മളെ കണ്ണനെയാണ് കേട്ടോ പുതിയ എണ്ണാക്കണത്. അപ്പോൾ നന്ദു ആണെങ്കിൽ പാട്ടൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മതിയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് തുള്ളി കളിക്കാൻ തോന്നണ ഒരു സൈസ് പാട്ടും ആവണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കളിക്കാനൊന്നും തോന്നൂല കേട്ടോ. നമ്മളെ പാറു നന്നായിട്ട് ഡാൻസ് കളിക്കും, അതേപോലെ പാട്ട് പാടുകയൊക്കെ ചെയ്യട്ടോ. ഒക്കെ അതിനൊക്കെ നല്ലൊരു കഴിവുണ്ട്. നമ്മളെ പാറു പാട്ട് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും നമ്മളെ വീഡിയോസിലോളെ കൊണ്ട് ഒരു പാട്ട് പാടിക്കേണ്ട. അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ പോലും തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ചുകൂടിയും കഴിഞ്ഞിട്ട് പാടിക്കേണ്ടത്, നന്നായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാ കണ്ണം പുതിയ എണ്ണായപ്പോൾ വലിയൊരു നാണൊന്നും തോന്നണില്ല. കാരണം അതുകൊണ്ടാണോ, എൻ്റെ കയ്യിൽ മൊബൈലാണ്. അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ പിന്നെ നമ്മൾ ഗാർഡനേക്കൊന്നും വലിയ ശ്രദ്ധ കൊടുക്കണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പുതിയ എണ്ണ എന്താ പറയുക, ന്യൂജൻ പുതിയ എണ്ണാണ്. മൊബൈലിലേക്ക് നോക്കിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ കളിക്കുന്ന കണ്ടപ്പോഴേ ചേച്ചിക്കും ആഗ്രഹമായിട്ടോ കളിക്കണം എന്നുള്ളത്. അപ്പം ഞാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ചേച്ചിയും കളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വയ്ക്കും പോലെ അതാക്കണ് കളിക്കുന്നുണ്ട്. നമ്മളെ നന്ദു ആണെങ്കിൽ കോപ്പറാട്ടിത്തരം ഓരോന്ന് കാട്ടിയാണ്ട് പിന്നെ ഒപ്പം നടക്കണുണ്ട് കേട്ടോ. ഓന് ഭയങ്കര സന്തോഷം എന്നല്ലേ. അപ്പോൾ താഴത്തുനിന്ന് ഏട്ടൻ വിളിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര സൗണ്ട്, നിങ്ങൾ ചാടണ ഒച്ചയൊക്കെ താഴത്തേക്ക് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആവട്ടെ, അപ്പോൾ അതൊക്കെ ക്ഷമിച്ചളി എന്നൊക്കെ പറഞ്ഞ് ഞാൻ താഴെ നിന്ന് പോയിട്ട് മേലേക്ക് തന്നെ കയറി വന്നതാണ്. അപ്പോൾ ഇന്ന് 12 മണി കഴിഞ്ഞിട്ടേ മക്കൾ കിടക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ മാക്സിമം നമ്മൾ ഇവിടെ തന്നെ ഓരോ കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോയി. പ്രത്യേകിച്ച് നമ്മൾ ഡാൻസ് തന്നെ കേട്ടോ, കാര്യമായിട്ട് ഡാൻസ് തന്നെയാണ് കളിച്ചിരുന്നത്. വൈക്കും പോലെ തുള്ളി കളിച്ച് അങ്ങനെ സമയമാക്കിയതാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളെ വീട്ടിലെ ന്യൂ ഇയർ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.